എന്തായാലും വന്നതല്ലേ, എന്നാലും ഫുഡ് കഴിച്ചിട്ട് പോവാ. പ്രായതായാലും ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്നാ വായോ. എന്നിട്ടാ ഫുഡ്? ബിരിയാണി. ദമ്മ? ദമ്മൊന്നല്ല, വേണം കഴിച്ചാൽ മതി. എന്താ കഴിച്ചോ? അപ്പൊ നിനക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, നീ കഴിക്ക്. ഫുഡ് അത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നില്ല ഞാൻ. ചെലപ്പം ചോര കുടിച്ചെന്ന് വരും. പ്രായത്തിനോണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. കണ്ണോണ്ടിരിക്കായിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടോണ്ട് എനിക്ക് കുഴപ്പമില്ലാട്ടാ. വേണ്ട കഴിക്ക്. തരുന്നില്ല. ഓ, പെണ്ണിനെയും പറ്റില്ല പെൺപ്രേതത്തിനെയും പറ്റില്ല, പക്ഷെ പെൺപ്രേതം കൊണ്ടുവന്ന ബിരിയാണി പറ്റില്ലേ? പിന്നെ തന്നില്ലത്തല്ലേ. പെപ്സി കിട്ടിയില്ലേ? അല്ലടാ, നിനക്ക് പെപ്സിയും കൊണ്ടുതരാ. അല്ലടി നിങ്ങൾ കേറി ഇല്ല, അതൊക്കെ തിന്ന് തൊണ്ടേ കൊടുങ്ങും. സത്യം പറ, എന്നെ കാണണം. അത് അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറക്കത്തില്ല. ഞാൻ പിന്നെ ശല്യപ്പെടുത്തണ്ട വിചാരിച്ചു. പെണ്ണുങ്ങളെ പോലെ അല്ലേ ഈ പെൺപ്രേതങ്ങൾ, നല്ല സ്വഭാവമല്ലേ. പെണ്ണുങ്ങളോട് ഇഷ്ടമില്ലെങ്കിലും എനിക്ക് പെൺപ്രേതങ്ങളോട് വിരോധമൊന്നുമില്ല. നാളെ വരൂ. അപ്പം എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഇഷ്ടത്തിന് വേണമെങ്കിൽ മോളി സാധനം തന്നെങ്കിലോ ഇത് തട്ടിറപ്പിച്ച് കളഞ്ഞാനേ. ഞാനേ സിഗ്മാസമത്തിൻ്റെ പ്രസിഡന്റാ. അപ്പം അത് കയറി ഇഞ്ച എല്ലാരും ഉറങ്ങിക്കെടുക്കുമ്പോ ഒറ്റയ്ക്ക് ടെറസിന്റെ മുകളിൽ ഇരുന്നിട്ട് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാല്ലേ ചിക്കൻ ബിരിയാണി. ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ വിശ്വസിക്കൂ. ഒരു പെണ്ണുകൂടെ വെള്ളമെടുക്കാൻ പോയില്ലേ? എവിടെ? നിങ്ങൾ കണ്ടില്ലേ? നീ കണ്ടാ? വരട്ടെ, അപ്പൊ കാണിച്ചു തരാം. അന്ന് പറഞ്ഞ പെണ്ണില്ലേ, അവള് പ്രേതല്ലാന്ന് തോന്നുന്നു. അവൾക്ക് ബിരിയാണിക്ക് വന്നിട്ട് പോയേ അന്ന് വണ്ടിയില്. അതന്നെ വണ്ടിയിൽ വെച്ച് കണ്ട്. പ്രേതം തന്ന പേടി ഷെയർ ചെയ്യാൻ നീ എന്റെ വീട്ടിലേക്ക് വന്നു. പ്രേതം തന്ന ബിരിയാണി നീ ഒറ്റയ്ക്ക് തിന്നില്ലടാ. അതിന് നിങ്ങളുടെ വീട്ടിൽ ബീഫല്ലേ? പിന്നെ കായയുടെ തൊള്ളില് ബീഫിന്റെ മസാല ഇട്ട് വെച്ചതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കറി. എന്താ വേണോ? എനിക്കിത് വേണം. വേണം. ജോണപ്പാ, ഇവനെന്തോ പറ്റിയിട്ടാ. നമ്മൾ കാണാത്തൊക്കെ ഇവൻ കാണുന്നുണ്ട്, നമുക്ക് കിട്ടാത്തൊക്കെ ഇവൻ എന്തൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് ഡോക്ടറെ കാണിച്ചാലോ?